Ashmi, now I take the privilege to move to Kottarakara. Yes. കൊട്ടാരക്കരയുടെ വിരിമാറിലേക്ക് നമുക്ക് കണ്ടു നോക്കാം. കൊട്ടാരക്കര സംഭവിച്ചെന്ന് അറിയോ? കൊട്ടാരക്കര അടിമുടി ആകെ എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം ടെൻഷൻ ഉണ്ടായി. ബാലഗോപാൽ കൂടി തോറ്റാൽ പ്രതിപക്ഷ ആരാവുന്നു എന്ന ചോദ്യം അവിടെ ഉണ്ടായി. അവിടെ എന്താണ് ഐഷ പോറ്റി അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ച ശേഷമാണ് 1000 ചില്ലാൻ വോട്ടുകൾക്കാണ് അത്രേ ഉള്ളൂ 63,26 വോട്ടുകൾക്കാണ് കെ എൻ ബാലഗോപാൽ അവിടെ കഷ്ടിച്ച് കടന്നുകൂടാണ് എന്ന് പറഞ്ഞാൽ ഐഷ പോറ്റി 1000 വോട്ട് 63,536 വോട്ടൊന്നും ഐഷ പോറ്റി അവിടെ പിടിക്കുകയാണ്. അപ്പോ അവസാന ഘട്ടം വരെ എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടം വരെ ഇങ്ങനെ നിന്നു കെ എൻ ബാലോ ഐഷ പോറ്റി എന്നുള്ളൂ. പിന്നെ അങ്ങ് കെ എൻ ബാലഗോപാൽ അല്ല കൊട്ടാരക്കര എസ് കെ പറഞ്ഞ പോലെ തന്നെ കെ എൻ ബാലഗോപാലിന് എതിരായിട്ടുള്ള ചില വികാരങ്ങളൊക്കെ കൊട്ടാരക്കര മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഐഷ പോറ്റിയുടെ പാർട്ടി മാറിയുള്ള പോക്ക് ഒരുപക്ഷെ കെ എൻ ബാലഗോപാലിന് ഒരു പരിധിവരെ ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 63,926 വോട്ടാണ് കെ എൻ ബാലഗോപാൽ നേടിയത്. 43.338%. ഐഷ പോറ്റി തൊട്ട് എതിർ സ്ഥാനാർത്ഥി വളരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി കെ എൻ ബാലഗോപാൽ തമ്മിൽ വ്യത്യാസം 1000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ എൻ ബാലഗോപാലിനും കഷ്ടിച്ച് കടന്നുകൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ മന്ത്രിമാരുടെ കൂട്ടത്തിൽ കെ എൻ ബാലഗോപാൽ അടക്കമുള്ള 2-3 പേരെ മാത്രം വിജയിപ്പിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കൊട്ടാരക്കരയിൽ ബാലഗോപാലിന് ആ ഭാഗ്യമുണ്ടായി എന്ന് താക്കീത് കൊടുത്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു വലിയ കാരണമായിട്ടുണ്ട്. അവിടെ കോൺഗ്രസ് വോട്ടുകൾ കുറച്ചെങ്കിലും പിടിച്ചിട്ടുണ്ടാവണം. ഐഷ പോറ്റി കിട്ടേണ്ട വോട്ട് കോൺഗ്രസ് സ്ഥാനത്ത് കിട്ടേണ്ട വോട്ടായിരുന്നു അത്. ആ വോട്ട് കിട്ടാൻ എന്തായാലും ഒരു കാര്യം മാത്രം അറിയാം, കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് പോലെ തന്നെ ട്രഷറിയിലൊക്കെ പണം കുറവല്ലേ, കഷ്ടിച്ച് കടന്നു. ഒരു കാര്യം ഞാൻ പറയാം, കെ എൻ ബാലഗോപാൽ എന്ന് പറഞ്ഞാൽ അധികം ജാടയും വേലയും കദർ ജുബയും ഈ കെയ്നീഷ്യൻ തിയറിയും സൈദ്ധാന്തിക ജാടയും പറയത്തില്ലെങ്കിലും ഈ പറഞ്ഞ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കേരളത്തിന് മാനേജ് ചെയ്യുന്ന നല്ല യഥാർത്ഥത്തിൽ ഏറ്റവും ഒരു അവിടെ പൂച്ച പെറ്റി കിടക്കുന്ന വീഡിയോ സതീശൻ പറഞ്ഞു. ആ പെറ്റി കിടക്കുന്ന പൂച്ച അടിച്ചെഴുന്നേപ്പിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയ മാനേജരാണ്. പറഞ്ഞാൽ ജാടയില്ല, വലിയ കവിതകളൊന്നും ഒരു ജാടയില്ല, ഒരു സാധാരണ ഒരു കാൽപ്പനികതയൊന്നുമില്ല, സാധാരണ ഷർട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.